പറയാതിരിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്കുള്ള സാറിന്റെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, കിടിലൻ. ദേവാസുര സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠ തന്നെ. സാറേ സത്യം, സാറിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമാ, ഞങ്ങളുടെ ദൈവമാ സാറ്. എന്താ സാറേ, എന്തു പറ്റി? ഏയ്, ചെറിയൊരു വേദന. വണ്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിട്. ഇതുവഴി കയറുമ്പോ എന്താ എന്താ ഡോക്ടർ? ഇത്തരം വേദന മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. വേദന കൂടുമ്പോൾ 2 പെയിൻ കില്ലർ കഴിക്കും. തലകറക്കം? തലകറക്കം ഇടയ്ക്ക്. നിങ്ങളുടെ 2 വൃക്കയും പൂർണ്ണമായും ഫെയിലിയറാണ്. പേടിക്കണ്ട, വൃക്ക മാറ്റി വെച്ചാൽ മതി. ഉടനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. മറ്റ് ട്രീറ്റ്മെന്റുകളും തുടങ്ങാം. വൃക്ക മാറ്റിവെച്ചാൽ എല്ലാം ശരിയാകുമോ ഡോക്ടറെ? തീർച്ചയായും. വൃക്കദാനം ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കേ. ഒരാളോ? എത്ര പേര് വേണം സാർ? ഡോ സാർ, നമ്മുടെ പിള്ളേരോട് കാര്യം പറ, എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യ് വേഗം. ശരി സാർ. പ്രതാപൻ സാറിന്റെ കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിൽ ഒരാൾ കിഡ്നി ദാനം ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും അവരവരുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യേ. ലാബിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എവിടെ അവരെല്ലാം? അവരെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞാനൊന്ന് താൻ വേഗം ഒന്ന് വിളിച്ചു നോക്ക്. എല്ലാവരും സ്വിച്ച് ഓഫ് ആണ് സാർ. സ്വിച്ച് ഓഫോ? ആ, എന്നാ താനൊന്ന് പോയി ടെസ്റ്റ് ചെയ്യ്. വേഗം ചെല്ലേ. അതെ സാർ, എന്താ? എൻ്റെ മകളുടെ ചികിത്സയുടെ കാര്യത്തിന് വേണ്ടി വന്നാ. ഓ, താനങ്ങോട്ടിരിക്കെ. ഓ, പാവപ്പെട്ടവരുടെ കല്യാണത്തിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോയാണ് വേണ്ടത്. ദേ ഇതിലോ, കോട്ടിട്ടവരും ഗോൾഡ് ഇട്ട പെണ്ണുങ്ങളും. അനാഥർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രൂഫായി അയക്കാനാണ് ഈ ഫോട്ടോ. പുറത്തുനിന്നും ഫണ്ട് വരണ്ടേ? താൻ ചെല്ല്. ആ ശരി സാർ. ആ പാടോ. ഓ, ഇരിക്ക്. ഓ, ആ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കിഡ്നി ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാ. താൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു കലാകാരനാണ്, ഒരു നാടകക്കാരൻ. അവശ കലാകാരൻ. എൻ്റെ മകളുടെ ജീവൻ നിങ്ങളെപ്പോലെ കുറെ സന്മനസ്സുള്ളവരുടെ കയ്യിലാണ്.
മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ഫോട്ടോ, പിന്നെ അപേക്ഷ. ഓ അതെല്ലാം ഉണ്ട്. ആ. ദാ. എല്ലാം ഉണ്ടേ. താൻ പേടിക്കണ്ട, തനിക്ക് ഞാൻ ട്രസ്റ്റിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങിത്തരും. പക്ഷേ 75,000 ഞാൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഡോ 2 ചായ. മോളെ എന്താ എന്ത് പറ്റി? ആരാ ഈ സമയത്ത്? നോക്കട്ടെ. ഹലോ, ഞാൻ ആന്റണിയാണ്ടാ. ബി പോസിറ്റീവ് കിഡ്നി അല്ലേ പറഞ്ഞത്? സാധനം റെഡിയാണ്ടാ. വളരെ വളരെ നന്ദിയുണ്ട്. കാലത്തന്നെ വന്നേക്കാ ഞാൻ. നാളെ ഇങ്ങോട്ട് വരണ്ട. എന്നാ വരണ്ടേന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം. പിന്നെ 15 ലക്ഷം രൂപയാണ് റേറ്റ്. 15 ലക്ഷം രൂപയോ? ദൈവമേ, 15 ലക്ഷം രൂപയോ? സാറേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഇത്രയധികം പണം ഈ ജന്മം മുഴുവൻ ജോലി ചെയ്താലും എനിക്കുണ്ടാക്കാൻ സാധിക്കില്ല. ഹൈ, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ബായി ഞാൻ പറഞ്ഞത്. സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും ഇവിടെ വർക്കൗട്ട് ആവൂല. വരുന്ന 16-ാം തീയതി MG റോഡിലുള്ള ഹോട്ടൽ മലബാർ അടുക്കളയിലേക്ക് വാ. കച്ചവടം നമുക്ക് അവിടെ വെച്ച് നടത്താം. സെന്റിമെന്റ്സ് അതും എന്റെ അടുത്ത്. ഞാൻ പോട്ടെ മുതലാളി. ഹൈ, നിനക്ക് ഇവിടെ കിടന്നൂടാ കന്നാലി. നീ എന്തുകൊണ്ടാണ് ഇപ്പൊ പാതിരാത്രി വീട്ടിലേക്ക് പോണേ? അത് വേണ്ട മുതലാളി, ഉറങ്ങി എഴുന്നേക്കുമ്പോ ചിലപ്പോ കിഡ്നി ഒന്നും കണ്ടു വരില്ല. അപ്പൊ നിനക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലേ? സത്യം പറഞ്ഞാ അതില്ല. എന്തുട്ടാടാ നിനക്കൊരു ആക്കിയ ചിരി? അല്ല, കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കർത്താവിന്റെ കിഡ്നി വരെ മുതലാളി അടിച്ചു മാറ്റി വിറ്റേനെ. ഇതാ ഇപ്പൊ നന്നായത്. എടാ, രണ്ടുള്ളവൻ ഒന്നും മറ്റുള്ളവന് കൊടുക്കാൻ പറഞ്ഞതും ഈ കർത്താവ് കടി തന്നെ. എന്റെ കർത്താവേ, ഈ പിശാചിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അതെ, നീ ഷോപ്പിൽ തന്നെ ഉണ്ടാവണോട്ടാ. പെണ്ണുങ്ങളുടെ വായി നോക്കാനൊന്നും പോരുന്നിട്ടാ. പിന്നെ കാർ മൊത്തം കഴുകിയിട്ടേക്കണം. അപ്പൊ ചെല്ലു വിട്ടോ. ശരി, ഓക്കെ. അച്ചായോ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. എന്താ കച്ചവടം മോശമാണോ? നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുള്ള കാലം വരെ കച്ചവടത്തിന് ഒരു മുട്ടുണ്ടാവൂല ഇഷ്ടാ. പിന്നെ നൂലാമാലകളൊക്കെ കഴിച്ചു വരുമ്പോ ലക്ഷ ടൈം എടുക്കും. ചൂണ്ടയിൽ പണം കൊളുത്തി അങ്ങോട്ട് ഇട്ടാ കിഡ്നി അല്ല എന്ത് വിൽക്കാനും ഗഡികൾ ക്യൂവാ. എന്നാലും കച്ചവടം നടക്കാൻ ലേശം കഷ്ടപ്പാടുണ്ട്. എന്നാലും ഞങ്ങൾ ഈ തീയും പുകയും കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഒരു അളവുണ്ടല്ലോ അച്ചായ. ഇതിന് വല്ല അളവ് കൊണ്ടോ? എന്തുട്രാ, സുഖം തന്നെയല്ലേ? ഓ, അങ്ങനെ പോകുന്നു. വരുന്ന 16-ാം തീയതി നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നീ തന്നെ അവരൊന്ന് മാനേജ് ചെയ്തേക്കണം. ഓ ശരി. എന്നാ ഗഡി വിട്ടോ. ഓക്കെ സാർ. അപ്പൊ പതിവ് പോലെ വരുന്നവർക്കെല്ലാം ആന്റണി സ്പെഷ്യൽ ബിരിയാണി. അതങ്ങോട്ട് പെടച്ചോ. എത്ര പേരുണ്ടാവും ഞാനാ വിളിച്ചു പറഞ്ഞോളാം. ആയിക്കോട്ടെ. എന്നാ അടുത്ത മീറ്റ് 16-ന്. ഓക്കെ. ഇന്നൊരു ബാധ ഒഴിപ്പിക്കുന്ന ദിവസമാ. ഹലോ, എപ്പോഴാ വരുന്നേ? ഞാൻ ഇറങ്ങാൻ പോവാ. ഇറങ്ങാനോ? നമുക്കിങ്ങനെ തന്നെ പോകാം. നിന്റെ ഭർത്താവില്ലാത്തപ്പോ പകരം ഒരു സെറ്റപ്പ്. ഒന്നിച്ച് ജീവിച്ച കട്ട് തിന്നുന്നതിന്റെ സുഖം കിട്ടുമോ മോളെ? പിന്നെ സ്വർണം, അതെന്നും നിന്നെ ഹാപ്പി ആക്കുന്നതിന്റെ ടിപ്പായിട്ട് കരുതിയാ മതി. ഹേയ്, ഇനി ഞാൻ വരാം. 6 പാക്ക് ആൻഡ് ഹാൻഡ്സം ഒന്ന് ട്രൈ ചെയ്തുകൂടെ? പണമുള്ള ഏതെങ്കിലും സുന്ദരി വന്ന് കേറണേ. ഹലോ അലീന, അടുത്ത മാസം ഞാൻ വരും. നിനക്ക് എന്താ വേണ്ടത്? അലീന, അലീന, ഹലോ.